നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 4/5/2025 കൊല്ലവർഷം 1200 മേടമാസം 21 അതായത് 1947 വൈശാഖ മാസം 14 ഉത്തരായന കാലം വസന്ത ഋതുവിൽ ശുക്ലപക്ഷ സപ്തമിയും അഷ്ടമിയും ചേർന്ന് വരുന്ന ദിവസം, ഞായറാഴ്ച പൂയം നക്ഷത്രം വരുന്ന ദിവസം, സൂര്യോദയം 5:51 AM സൂര്യാസ്തമനം 6:21 PM, രാഹുകാലം 4:47 PM മുതൽ 6:21 PM വരെയും, ഗുളികകാലം 3:13 PM മുതൽ 4:47 PM വരെയും, യമകണ്ഠകാലം 12:05 PM മുതൽ 1:39 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:41 AM മുതൽ 12:03 PM വരെയും, 12:07 PM മുതൽ 12:29 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്ക്. ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ മേടൻ രാശിയിൽ, ചന്ദ്രൻ കർക്കിടകൻ രാശിയിൽ, ചൊവ്വയും കർക്കിടകൻ രാശിയിൽ, ബുധൻ മീനൻ രാശിയിൽ, ഗുരു ഇടവത്തിൽ, ശുക്രൻ മന്ദൻ സർപ്പയിൽ മീനൻ രാശിയിൽ, കന്നിയിൽ കേതുവും ഗുളികോദയവും വന്നിരിക്കുന്നു. ഉദയം വന്നിരിക്കുന്നത് മേടം രാശിയിലാണ്. ഇതിൻ്റെ പ്രകാരം, ഈ രാശിചക്രപ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനം, ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഉണർന്നാലുടൻ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ആദിത്യഹൃദയ സ്തോത്രം ജപിക്കുന്നത്, ശിവങ്കൽ ജലധാര കഴിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച. അതായത് ഇപ്പോഴുള്ള ബിസിനസ്സിൽ കൂടുതൽ വിപുലീകരണം നടത്തുന്നതിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലാളി രംഗത്തും മറ്റ് പ്രവർത്തിക്കുന്നവർക്ക് നേതൃസ്ഥാനത്തേക്ക് ഉയർച്ച ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. എല്ലാ രംഗങ്ങളിലും ധീരതയും പ്രവർത്തനക്ഷമതയും പ്രദർശിപ്പിക്കുവാൻ സാധിക്കും. ചില പുതിയ കരാറുകൾ ഏറ്റെടുക്കുവാൻ യോഗം കാണുന്നു. സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും നന്നായി ശോഭിക്കാൻ കഴിയുന്ന ദിവസമാണ്. കോൺട്രാക്റ്റുകൾ മുഖേനയും മറ്റും കിട്ടാനുള്ള പണം കൈവശം വന്നു ചേരും. സഹോദര സ്ഥാനീയർക്കും ഉയർച്ച പ്രതീക്ഷിക്കാം. വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാപത്രങ്ങളോ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ധിഷണാപരമായ പ്രവർത്തനങ്ങളിൽ അല്പം ഉദാസീനത കാണിച്ചെന്ന് വരും. മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭവിക്കും. മതസ്ഥാപനങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ നിയമസ്ഥാപനങ്ങളായി ബന്ധപ്പെടുവാനിടയുണ്ട്. വിദേശത്ത് നിന്ന് ചില പ്രോത്സാഹജനകമായ എഴുത്തുകൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ശിവങ്കൽ ജലധാരയൊക്കെ കഴിച്ച് ഓം നമഃ ശിവായ ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പരസ്യങ്ങളിൽ നിന്നും പ്രതീക്ഷയ്ക്കൊത്ത് പണം ലഭിക്കുന്നതാണ്. സാഹിത്യം, കല എന്നീ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതായിരിക്കും. പട്ടാളം, പോലീസ് വിഭാഗത്തിലുള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. കുടുംബസുഖം അല്പം കുറഞ്ഞിരിക്കും. അനാവശ്യ ചിലവുകൾ വന്നു ചേരുവാനിടയുണ്ട്. പെരുമാറ്റത്തിൽ പെട്ടെന്ന് പരുക്കൻ സ്വഭാവം കാണിക്കാനുള്ള പ്രവണതയെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും.
പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ആലോചനയുണ്ടാകും. ചിത്രകാരന്മാർക്കും പെയിന്റർമാർക്കും അനുകൂല സാഹചര്യം വന്നു ചേരും. തൊഴിലാളി രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകളിൽ അഭിമാനിക്കേണ്ട സാഹചര്യം വന്നു ചേരും. ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ്. ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില പ്രമാണങ്ങൾ അല്ലെങ്കിൽ ചില പ്രോജക്റ്റുകൾ കൈവശം വന്നു ചേരുന്നതാണ്. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലൊക്കെ ജയിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത്, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഓം നമഃശിവായ ജപിക്കുന്നതൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പരിശ്രമങ്ങൾ വിജയം വരിക്കുന്നതിൽ മനസ്സമാധാനം വന്നു ചേരും. വസ്തുവകകൾ ക്രയവിക്രയം ചെയ്യുവാൻ അവസരമുണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. കുടുംബത്തിൽ ഐക്യമുണ്ടാകും. വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുവാൻ അവസരം ലഭിക്കും. കൂട്ടുകച്ചവടത്തിൽ നിന്നും വേർപിരിഞ്ഞ് ബിസിനസ് സ്വന്തം രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള തീരുമാനമെടുക്കും. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവൃത്തി മേഖലകളിൽ നിന്ന് സാമ്പത്തിക സഹായവും ലാഭവും പ്രതീക്ഷിക്കാം. ബന്ധുജന സഹായം ലഭിക്കുകയില്ല. സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുമെങ്കിലും വേണ്ടത്ര പ്രയോജനം ലഭിച്ചെന്ന് വരില്ല. വസ്തുവകകളിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. മുതിർന്നവർക്ക് അല്പം മോശം സമയമാണ്. അവരുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും അവർക്ക് ഉയർച്ചയും അഭിമാനകരമായ നിമിഷങ്ങളും വന്നു ചേരാം. ശത്രുശല്യം വർദ്ധിക്കും. ആലോചനയില്ലാതെ പ്രവർത്തിച്ചാൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. സാമൂഹ്യ കാര്യങ്ങൾ പ്രവർത്തിച്ച് വിജയിക്കുന്നതിന് അവസരമുണ്ടാകും. പുണ്യക്ഷേത്ര ദർശനത്തിന് സാധ്യതയുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥനായ ഗുരുവായൂരപ്പനെ, ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് ആദിത്യ ഹൃദയ സ്തോത്രമൊക്കെ ചെല്ലുമ്പോൾ എല്ലാം അനുകൂലമായി വന്നു ചേരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്റ്റുകൾ മുഖേനയും മറ്റും കിട്ടുവാനുള്ള പണം വന്നു ചേരും. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാപത്രങ്ങളോ ലഭിക്കുന്നതാണ്. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ഇപ്പോഴുള്ള ബിസിനസ്സിൽ കൂടുതൽ വിപുലീകരണം വരുത്തും. സംഘങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും. സർക്കാരിൽ നിന്ന് പലവിധ ആനുകൂല്യങ്ങളും ലഭിക്കും. ഏത് കൃത്യവും നൈപുണ്യത്തോടെ നിർവഹിക്കും. മറ്റുള്ളവരുടെ ചെലവിൽ പല സുഖ സൗകര്യങ്ങളും അനുഭവയോഗ്യമാകും. അപ്രതീക്ഷിതമായ പല സംഗതികളും അനുഭവപ്പെട്ടെന്നു വരാം. അവനവൻ അധ്വാനിച്ചിട്ടില്ലാത്ത പണം അനുഭവത്തിൽ വന്നു ചേരും. പൂർവീയ സ്വത്ത് കൈവശം വന്നു ചേരുന്നതിനും യോഗം കാണുന്നു. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിട്ടേക്കാം. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തിൽ കലഹം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു. കരുതിയിരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശിവഭഗവാനെ കൂടെ പ്രാർത്ഥിച്ച് എല്ലാം മംഗളമാക്കി തീർക്കുക. ചിങ്ങം രാശി. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കാത്തതിൽ മനസ്സിന് വേദന വരാം. നീച സംസർഗം കൊണ്ട് പല വിഷമതകളും അനുഭവിച്ചേക്കാം. താൻ നേടിക്കൊടുത്ത കാര്യത്തെ ചൊല്ലി അവസാനം അഭിമാനിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം വന്നേക്കാം. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. വിനോദയാത്രകൾക്കായി പണം ചെലവഴിക്കേണ്ടതായി വന്നേക്കാം.
കുടുംബ വീട്ടിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ജോലിക്കായി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരുമായി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തും. സഹായികളിൽ നിന്ന് ഗുണവും പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായി ധനനഷ്ടം വരുവാൻ യോഗം കാണുന്നു. കരുതിയിരിക്കുക. മതപരമായ കർമ്മങ്ങളിൽ പങ്കുകൊള്ളും. ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിൽ ദൂരയാത്ര വേണ്ടി വന്നേക്കാം. പതിവിലും അധികം ചിലവ് വന്നു ചേരും. മന്ദഗതിയിൽ നടക്കുന്ന ബിസിനസ് പാർട്ട്ണറെ കൂട്ടി വിപുലീകരിക്കുവാൻ ശ്രമിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും. തൻ്റെ വസ്തുവകൾ പണയപ്പെടുത്തി ധനം ബന്ധുക്കൾക്ക് നൽകുവാനുള്ള അവസരം വരുന്നതാണ്. ആലോചിച്ച് മാത്രം അത് ചെയ്യുക. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പരീക്ഷാദികളിൽ ഉന്നത വിജയവും പ്രതീക്ഷിക്കാം. ആരംഭിച്ച സംരംഭങ്ങൾ പുരോഗമിക്കുന്നതിനുള്ള യോഗവും കാണുന്നു. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആദിത്യഹൃദയ സ്തോത്രം ജപിക്കുന്നതും ശിവങ്കൽ പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതും ജലധാര നടത്തുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുന്നതിന് സഹായകമാകും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശസ്ത്രക്രിയകളിൽ പങ്കുകൊള്ളുവാനോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ അവനവൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ശസ്ത്രക്രിയ നടത്തേണ്ടതായോ ആയ സാഹചര്യം വന്നു ചേരാം. ആരോഗ്യനിലയിൽ അത്ര മേന്മ പോരാ. ശത്രുശല്യം വർദ്ധിക്കും. ദുഷ്ചിന്തകൾ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കും. വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കും. പുണ്യക്ഷേത്ര സന്ദർശനവും ആവശ്യമാണ്. കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും പണവും പ്രശസ്തിയും കിട്ടുകയും ചെയ്യാം. ദൂരദേശത്തുള്ളവരിൽ നിന്ന് സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. സ്വന്തം സഹോദരന്മാരിൽ നിന്നും ശത്രുത ഉണ്ടാവാം. സർക്കാർ സർവീസിൽ നിന്ന് പിരിയേണ്ട സമയമായവർക്ക് കിട്ടേണ്ട പണത്തിനുള്ള തടസ്സങ്ങൾ നേരിടും. എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം ദൃശ്യമാകും. വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കും. ഷെയറുകളിൽ നിന്നും ആദായമുണ്ടാകും. പ്രതീക്ഷിച്ചിരുന്ന തുറകളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. പലതരം സുഖഭോഗങ്ങളും അനുഭവിക്കുവാനുള്ള അവസരം വന്നു ചേരും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടെ പ്രാർത്ഥിച്ച് എല്ലാം മംഗളമാക്കി തീർക്കാവുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാർ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കും. കുടുംബകാര്യങ്ങളിൽ മുമ്പത്തേക്കാളും അധികം ശ്രദ്ധ പതിപ്പിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. സന്താനങ്ങളുടെയും സഹോദരങ്ങളുടെയും ശ്രേയസ് വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. എന്നാൽ പൂർത്തിയാകാതെ കിടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവിപ്പിക്കുവാൻ കഴിയാതെ വിഷമിക്കേണ്ടതായി വന്നേക്കാം. പ്രധാന ചില പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. ചില വിലപ്പെട്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും യോഗം കാണുന്നു. ശാരീരിക സുഖത്തെക്കുറിച്ച് ആകുലതകൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും തക്ക സമയം സഹായം ലഭിക്കുകയില്ല. സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനും സാധ്യത തെളിഞ്ഞു വരുന്നു. പ്രതികാര ബുദ്ധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ധിഷണാപരമായ കഴിവുകൾ വർദ്ധിക്കും. ജോലി സ്ഥലത്ത് ശ്രേയസ് ഉണ്ടാകും. ദൂരയാത്രകൾ ആവശ്യമാണെങ്കിൽ നിരാശപ്പെടാതെ യാത്രകൾ ചെയ്യുക തന്നെ ചെയ്യുക. കരുതിയിരിക്കണമെന്ന് മാത്രം. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ രാശിനാഥയായ മഹാലക്ഷ്മിയോട് അപേക്ഷിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ഞായറാഴ്ചയായതുകൊണ്ട് ശിവങ്കൽ ജലധാരയൊക്കെ കഴിച്ച് സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകളിലും കലാപരമായ പ്രവർത്തനങ്ങളിലും വ്യാപരിക്കും. അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ പോലും അനുനയിപ്പിച്ച് അത് സാധ്യമാക്കി തീർക്കാൻ സാധിക്കും. ഉദ്യോഗത്തിൽ പ്രമോഷനുള്ള സാധ്യത കാണുന്നു.
തൊഴിൽരഹിതർക്ക് ജോലി പ്രവേശിക്കുവാനുള്ള അവസരം ലഭിക്കും. ജനമധ്യത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുവാൻ സാധിക്കും. യൂണിവേഴ്സിറ്റികളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പ്രവേശനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്. തൊഴിൽരഹിതർക്ക് നല്ല തൊഴിൽ ലഭിക്കുവാനും സാധ്യത തെളിഞ്ഞു വരുന്നു. വർക്ക്ഷോപ്പുകളോ മറ്റു വ്യവസായ സ്ഥാപനങ്ങളോ ആരംഭിക്കുന്നതിനുള്ള യോഗവും വന്നു ചേരുന്നതാണ്. ശത്രുക്കളുടെ മേൽ വിജയം തീർച്ചയായും ഉറപ്പാക്കാം. ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും പുരോഗതി ഉണ്ടാകും. പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ അവസരം വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അല്പം കാത്തിരിക്കേണ്ടതായി വരും. സന്താനങ്ങളുടെ ജന്മം കൊണ്ട് ഗ്രഹം അനുഗ്രഹീതമാകും. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലായി ബന്ധപ്പെട്ടവർക്ക് ഈ സന്ദർഭം വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് കുടുംബ പരദേവതയെയും രാശിദേവതയായ ഭദ്രകാളിയമ്മയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കാത്തതിൽ അല്പം മനപ്രയാസമൊക്കെ വന്നു ചേരുമെങ്കിലും നീച സംസർഗം കൊണ്ട് വിഷമങ്ങളും വരാം. എന്നാലും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ കാത്തു നിൽക്കുന്നതായി മനസ്സിലാക്കുകയും ഒന്ന് ചുവട് മാറി ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാം അനുകൂലമായി തീരുന്നതാണ്. പൊതുരംഗത്ത് നിന്നും വിട്ട് സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകും. വിലപ്പെട്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. അപ്രതീക്ഷിതമായ ബന്ധു സമാഗമം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം ദൃശ്യമാകും. വ്യക്തിത്വവും മാന്യതയും വർദ്ധിക്കും. ഷെയറുകളിൽ നിന്നും അല്പം ആദായം പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ചിരുന്ന തുറകളിൽ നിന്ന് അല്പസ്വല്പം സാമ്പത്തിക സഹായം ലഭിക്കും. എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും. ഊഹക്കച്ചവടത്തിൽ നിന്ന് അല്പം ലാഭം പ്രതീക്ഷിക്കാം. പല കേന്ദ്രങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർന്ന ചിന്താഗതിയിൽ ചിന്തിച്ച് നല്ല ഒരു അനുകൂലമായ തീരുമാനമെടുക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. അതിനുള്ള സഹായ സഹകരണങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും യഥാസമയം ലഭിക്കുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുന്നതിന് രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ആദിത്യ ഹൃദയ സ്തോത്രവും ഓം നമഃശിവായൊക്കെ ജപിക്കുന്നത് നന്നായിരിക്കും. എല്ലാം ശുഭ പര്യവസാനിയായി തീരട്ടെ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളിൽ നിന്ന് ആനുകൂല്യവും സ്ത്രീകളിൽ നിന്ന് സൗഹൃദവും പ്രതീക്ഷിക്കാം. എഴുത്തുകാർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാനിടയുണ്ട്. കരാറുകാരുടെ വ്യാപാര ലൈസൻസ് ആവശ്യമുള്ളവർ എന്നിവർക്ക് അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ നിസ്സാര കാര്യങ്ങൾക്കായി കലഹങ്ങൾ ഉണ്ടാകാം. വാഹനപരമായി ബന്ധപ്പെട്ടവർ, വാഹന ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ, വാഹനം ഓടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഊഹക്കച്ചവടത്തിൽ വിജയിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. വ്യാപാരത്തിൽ പെട്ടെന്ന് ലാഭമുണ്ടാകും. യാത്രയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. കൂട്ടുകാരുമായോ ജോലിക്കാരുമായോ അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടുവാൻ അവസരമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിന് യോഗം കാണുന്നു. പരിശ്രമിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യവും നന്നാവും. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും.
കലാകാരന്മാർക്ക് പ്രശംസയും ധനവും ലഭിക്കുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമി, സാംസ്തൻ സ്വാമികളെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, ഇതിനോടൊപ്പം തന്നെ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിത ഗതിക്ക് തന്നെ വ്യക്തമായ വഴിത്തിരിവുണ്ടാക്കുന്നതിനും അതുല്യ പ്രതിഭകളുമായുള്ള ആത്മബന്ധം ഉപകരിക്കും. ക്ലേശകരമായ വിഷയങ്ങളാണെങ്കിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നുന്ന നിമിഷം വന്നു ചേരുന്നതാണ്. സന്താനങ്ങൾക്ക് തന്നേക്കാൾ പ്രശസ്തിയും പദവിയും ലഭിക്കുമ്പോൾ, അതുപോലെ സന്താനങ്ങൾക്കാണെങ്കിലും ഇണയ്ക്കാണെങ്കിലും താനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും തന്നേക്കാൾ ഉയർന്ന പദവി കർമ്മരംഗത്ത് വരുമ്പോൾ അവരെ അനുമോദിക്കുവാനും അവർക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുവാനും മറക്കരുത്. അവരുടെ വിജയം തൻ്റെ വിജയം തന്നെയാണ് എന്ന് കരുതി മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിച്ചതിനാൽ കൃതാർത്ഥനാകുവാനുള്ള യോഗവും കാണുന്നു. നടപടിക്രമങ്ങളിലെല്ലാം കൃത്യത പാലിക്കുവാൻ നിർബന്ധിതനാകും. സമർപ്പിക്കുന്ന പദ്ധതികളെല്ലാം വിജയിക്കും. സമൂഹത്തിൽ മാന്യത കൈവരിക്കും. പൂർവിക സ്വത്തിന്റെ കാര്യത്തിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രതീക്ഷിച്ചതിലുപരി കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ചത്തൻ സ്വാമിമാരെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകും. ഔദ്യോഗികമായ വിദേശയാത്രകളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുക. സ്ഥാപിത താല്പര്യമൊക്കെ മറന്ന് സ്വാർത്ഥ താല്പര്യത്തോടുകൂടി പ്രവൃത്തികൾ എല്ലാം അബദ്ധമായി തീരുമെന്നുള്ളത് മറക്കാതിരിക്കുക. പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. സ്വാർത്ഥത കൈവെടിഞ്ഞ് സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്കും കൂടി വേണം എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിന്തയിൽ ഒതുങ്ങാത്ത വിഷയങ്ങളൊക്കെ ഉപേക്ഷിച്ച് പറ്റുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. പണയപ്പെടുത്തിയ ആധാരം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ തീവ്ര ശ്രമം നടത്തി ഒന്നിലധികം ജോലികൾ ഒരേ സമയം ചെയ്ത് സാമ്പത്തിക ഭദ്രത വരുത്തുന്നത് എന്നുള്ള ശ്രമം നടത്തും. അധ്വാന ഭാരത്താൽ പലപ്പോഴും അവധിയെടുക്കേണ്ട സാഹചര്യം വരും. പ്രകൃതി ജീവന ഔഷധ രീതി എല്ലാവിധ രോഗങ്ങൾക്കും ആശ്രയിക്കാവുന്നതാണ്. വ്യക്തിപ്രഭാവത്താൽ ചില ദുഷ്പ്രചരണങ്ങളൊക്കെ വരാം. അതൊക്കെ ദുഷ്പ്രഭമാക്കുന്നതിനുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. പിതൃതുല്യനായ ബന്ധുവിൻ്റെ സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. ഗ്രഹത്തിന് വാസ്തുശാസ്ത്രം അനുസരിച്ചിട്ടുള്ള ഭേദഗതികൾ വരുത്തുവാൻ ശ്രമിക്കും. അങ്ങനെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി കുടുംബാന്തരീക്ഷം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. സമയോചിതമായ ഇടപെടലുകൾ കുടുംബാംഗങ്ങളിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിന് സഹായകമാകും. ഔദ്യോഗിക ജീവിതത്തിലെ ക്ലേശങ്ങളും യാത്രകളും സമ്മർദ്ദവും എല്ലാം അനുഭവിക്കേണ്ടി വരുമെങ്കിലും എല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായി ഓരോ പ്രവർത്തനങ്ങളെയും ചിട്ടപ്പെടുത്തി ഒരു പുതിയ രൂപരേഖ തയ്യാറാക്കി ഒരു പ്രത്യേക ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ
എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കർമ്മമേഖലയിൽ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും അനുയോജ്യമായി തീരുന്നതിനാണ് രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടെ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് എല്ലാം മംഗളമാക്കി തീർക്കാവുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. സൂര്യഭഗവാന്റെ അനുഗ്രഹം ഞായറാഴ്ച ഈ പൊതു അവധി ദിവസം എല്ലാവർക്കും എല്ലാം ഭംഗിയായി ചെയ്യുവാനുള്ള ഒരു ഊർജം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.